തിരുവല്ലയിലേക്കാണ്. അവിടെയും ഇന്നലെ വലിയ രീതിയിൽ വെള്ളം ഉയരുകയും ആളുകളെയൊക്കെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി നോക്കാം. വിജിൻ വായന്തോടാണ് തിരുവല്ലയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്. വിജിൻ, ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് തിരുവല്ലയിൽ എന്ത് സംഭവിക്കുന്നു, വെള്ളം ഇറങ്ങി തുടങ്ങിയോ, ദുരിതാശ്വാസ ക്യാമ്പുകളുടെ പ്രവർത്തനമൊക്കെ അറിയണം. അതിനപ്പുറത്തേക്ക് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സന്ദർശനം കൂടിയുണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് മുഖ്യമന്ത്രിയുടെ സന്ദർശനം, ആദ്യ മണിക്കൂറുകളിൽ അദ്ദേഹം എവിടെയൊക്കെയാണ് സന്ദർശിക്കുക തുടങ്ങിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിൽ സർക്കാർ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു, മുന്നൊരുക്കങ്ങളിൽ പാളിച്ചയുണ്ടായി എന്നൊക്കെ പറയുന്ന ഒരു സമയത്ത് കൂടിയാണ് സന്ദർശനം. അപ്പോൾ തിരുവല്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ജിൽസി, വിമർശനങ്ങൾ ഒരുപാടുണ്ടായി. അതായത് വലിയ തരത്തിൽ പ്രളയസമാനമായ രീതിയിൽ മഴ പെയ്തു. ആ മഴയുടെ ഭാഗമായി മധ്യ കേരളത്തിൽ പലയിടങ്ങളിലും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി, പ്രതിസന്ധികൾ ഉണ്ടായി. ആ ഘട്ടത്തിലൊന്നും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയോ ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുകയോ അവരുടെ പൂർണ്ണമായും അവർക്ക് ആശ്വാസം നൽകുന്ന നിലയിലുള്ള വാക്കുകൾ പറയുകയോ ഒന്നും ചെയ്തില്ല എന്നുള്ളതായിരുന്നു വിമർശനം. അതിനുശേഷം ഇന്നലെയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനം നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി 4 ദിവസത്തിന് ശേഷം എന്ന് പറയാം, കാരണം ഈ ശക്തമായ മഴയുണ്ടാവുകയും വെള്ളക്കെട്ടുണ്ടാവുകയും പലരെയും പല ക്യാമ്പുകളിലേക്ക് ഒക്കെ മാറ്റുകയും ചെയ്യേണ്ട അവസ്ഥയിലേക്ക് എത്തുകയും ഏകദേശം 8ഓളം പേർ മരണപ്പെടുകയും കാണാതായവർക്കായുള്ള തിരച്ചിൽ തുടരുകയും ഒക്കെ ചെയ്യുന്നതിനിടയിലാണ് നിലവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി ഈ ദുരിതബാധിത മേഖലകൾ സന്ദർശിക്കാൻ എത്തുന്നത് എന്നുള്ളതാണ്. ഉച്ചയോടുകൂടിയാണ് മുഖ്യമന്ത്രി ആദ്യം ആറന്മുളയിലേക്ക് എത്താൻ പോകുന്നത്. അതിനുശേഷം റാന്നി മേഖലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉൾപ്പെടെയാണ് മുഖ്യമന്ത്രി എത്തുക എന്നുള്ളതാണ് നിലവിലിപ്പോൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ഉൾപ്പെടെ മുഖ്യമന്ത്രി എത്തുന്നു. നേരത്തെ ദുരിതാശ്വാസത്തിനായുള്ള തുകകൾ അത് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക്. ഒപ്പം തന്നെ നിലവിൽ വീടുകളിൽ നിന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തി താമസിക്കേണ്ടവർക്കുള്ള തുക ഉൾപ്പെടെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനം എന്ന് പറയുന്നത് ദുരിത മേഖലകൾ സന്ദർശിക്കാനും അവരുടെ ബുദ്ധിമുട്ടുകൾ അറിയാനും അസൗകര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെയുള്ളതാണ്. നിലവിൽ എന്തായാലും മുഖ്യമന്ത്രി സന്ദർശനത്തിനായി അതിനായാണ് എത്തുന്നത്. ഇനി തിരുവല്ലയിലേക്ക് വന്നാൽ, തിരുവല്ലയിൽ നേരത്തെ ഉണ്ടായിരുന്ന, ഞാൻ ഇന്നലെയാണ് തിരുവല്ലയിലേക്ക് എത്തുന്നത്, നേരത്തെ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് അതിരൂക്ഷമായ വെള്ളക്കെട്ടായിരുന്നു. ഈ തിരുവല്ല ചെങ്ങന്നൂർ ഭാഗത്തേക്കുള്ള റോഡാണ്, അതായത് നമ്മൾ തിരുവനന്തപുരത്തേക്കൊക്കെ പോകുന്ന റോഡാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. ഇതിന് അപ്പുറം വെള്ളമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ വലിയ വെള്ളക്കെട്ടിന് ശമനമുണ്ട്. ഇത് ഹൈവേയിലെ ദൃശ്യങ്ങൾ ഇതാണെങ്കിൽ, നമ്മൾ ഇന്നലെ പോയ തിരുവല്ല ജംഗ്ഷനിൽ നിന്ന് കുറച്ച് അപ്പുറത്തെ ഭാഗത്തേക്ക് തൊട്ടടുത്ത പ്രദേശങ്ങളിലേക്ക് ഒക്കെ പോകുമ്പോൾ വലിയ തരത്തിൽ വീടുകൾ, ഏകദേശം ചില വീടുകളൊക്കെ പകുതിയോളം മുങ്ങിയ നിലയിലായിരുന്നു. ഒപ്പം തന്നെ 2 ഉന്നതികളിൽ, ആ ഉന്നതികളിൽ ആളുകളെ പൂർണ്ണമായും മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ക്യാമറ അങ്ങോട്ട് നോക്കിയാൽ കാണാം, നമ്മൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. വലിയ ബ്ലോക്കുണ്ട് ഇവിടെ. ഒപ്പം തന്നെ ഒരു വാഹനം, ഇവിടെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി അത് ഇവിടെ കുടുങ്ങിക്കിടപ്പുണ്ട്. ഈ വെള്ളത്തിലൂടെ വന്നതിനെ തുടർന്ന് വാഹനം ഓഫായി പോയതാണ്, അത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൂടി ഈ ഒരു വലിയ ബ്ലോക്കിനൊരു കാരണമായി മാറിയിട്ടുണ്ട്. എന്നാലും മഴ ഇന്നലെ രാത്രി മുതൽ വലിയ ശക്തമായി പെയ്യുന്നില്ല. ഇന്നലെ രാവിലെയൊക്കെയാണ് ശക്തമായി പെയ്തത് എന്നുള്ളതാണ് ഇവിടുത്തെ നാട്ടുകാർ തന്നെ പറഞ്ഞത്. അതിനുശേഷം വലിയ രീതിയിലുള്ള മഴ പെയ്തിട്ടില്ല. നമുക്കും അത് അനുഭവപ്പെട്ടതാണ്. പക്ഷേ മഴയ്ക്ക് കുറവില്ല എന്ന് വേണമെങ്കിൽ പറയാം. മഴ അങ്ങനെ ശക്തമായി പെയ്യുന്നില്ലെങ്കിലും ചെറുതായൊക്കെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും വെള്ളക്കെട്ട് മാറുന്നില്ല. വെള്ളം ഒഴുകി പോകേണ്ടിയിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എത്തിയവരെ മാറ്റി പാർപ്പിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ മുന്നോട്ട് വന്നാൽ നമുക്ക് കാണാൻ കഴിയും, ഒരു വീട്ടിലേക്ക് വെള്ളം കയറിയതാണ്. ഇത് കുറച്ചുകൂടി ശക്തമായ നിലയിൽ വെള്ളം കയറിയ നിലയിലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കുറച്ച് വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. മഴ കുറയുന്നു എന്നുള്ളതാണ് പ്രധാനമായും ആശ്വാസകരമായ കാര്യം. അത് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ റിപ്പോർട്ട് പ്രകാരം നിജീഷൊക്കെ സൂചിപ്പിച്ചതുപോലെ അതിശക്തമായ മഴയ്ക്ക് ഒരു നേരിയ കുറവുണ്ടായിരിക്കുന്നു. പല ജില്ലകളിലും ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നെങ്കിലും പക്ഷേ ശക്തമായ മഴയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ സർക്കാരിനെതിരായ വിമർശനം പ്രതിപക്ഷമൊക്കെ ഉയർത്തിയത് കൃത്യമായ മുന്നറിയിപ്പുകൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയില്ല. അതിൻ്റെ ചെയർമാനാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കൃത്യമായ സമയങ്ങളിൽ ഇടപെട്ടില്ല. സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് ഏകോപിപ്പിക്കേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിൽ മുഖ്യമന്ത്രിക്ക് വലിയ വീഴ്ച വരുത്തി. അത് വലിയ അനാസ്ഥയാണ് എന്നുള്ളതൊക്കെയായിരുന്നു പ്രതിപക്ഷം ഉയർത്തിയ ആരോപണം എന്ന് പറയുന്നത്. അങ്ങനെ അത്തരം ആരോപണങ്ങൾ ഒക്കെ നിലനിൽക്കുമ്പോഴും
പക്ഷേ ഇപ്പോൾ കൃത്യമായ മുന്നറിയിപ്പുകളിലേക്ക് പോകുന്നു, കുറച്ചുകൂടി ജാഗ്രത പാലിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇന്നലെയും ഒക്കെയായി അതിശക്തമായ മഴയായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിൽ പക്ഷേ അത്തരം മുന്നറിയിപ്പുകളുടെ അടിസ്ഥാനത്തിലുള്ള ശക്തമായ മഴ നിലവിൽ പെയ്തിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പത്തനംതിട്ട ജില്ലയിലായിരുന്നു വലിയ മുന്നറിയിപ്പ് നിലനിന്നിരുന്നത്. ആ മുന്നറിയിപ്പ് നിലനിന്ന സാഹചര്യത്തിൽ ശിരൂരിൽ നിന്നുൾപ്പെടെ 2 നേവിയുടെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ എത്തിക്കാനുള്ള തീരുമാനത്തിലേക്ക് ഇന്നലെ ചേർന്ന കളക്ടർമാരുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും ഒക്കെ യോഗത്തിൽ അത്തരം തീരുമാനത്തിലേക്ക് സംസ്ഥാനം പോയിരുന്നു. എന്തായാലും നിലവിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു അപകടകരമായ സാഹചര്യം ഒഴിവായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് വെള്ളക്കെട്ടുകൾ കുറയുന്നത്. തിരുവല്ല ഇന്നലെ ഞാൻ ഈ വൈകിട്ട് ഈ മേഖലകളിലൊക്കെ വരുന്ന ഘട്ടത്തിൽ അതിശക്തമായ നിലയിൽ മഴയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇതിനേക്കാൾ അപ്പുറം ഒരുപക്ഷെ വാഹനം കടന്നു പോകാൻ കഴിയാത്ത നിലയിലുള്ള വലിയ തരത്തിലുള്ള വെള്ളക്കെട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ശമനമുണ്ടായിരിക്കുന്നു. അപ്പോൾ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം, ഇപ്പോൾ എൻ്റെ കാലിൻ്റെ തുടക്കത്തിൽ മുട്ടിന് താഴെയാണ് വെള്ളം. പക്ഷേ ഇന്നലെ വന്നപ്പോൾ മുട്ടിന് മുകളിൽ ആയിരുന്നു വെള്ളം ഉണ്ടായിരുന്നത്. അത് കുറേയൊക്കെ ഒഴുകിപ്പോയിരിക്കുന്നു. പക്ഷേ തൊട്ടടുത്ത വീടിൻ്റെ മുറ്റം വരെയൊക്കെ എത്തിയ ഭാഗങ്ങളിൽ ഒക്കെ കാണുന്ന വെള്ളത്തിന് ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. അത് കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കുറച്ചുകൂടി സമയമെടുത്തായിരിക്കും മഴ ഇനി കനക്കുന്നില്ലെങ്കിൽ. പക്ഷേ ആകാശം ഇങ്ങനെ ഇരുണ്ടുകൂടി കിടക്കുകയാണ്. ഏത് സമയത്തും മഴ പെയ്യാം എന്നുള്ളൊരു സാഹചര്യത്തിൽ ഒക്കെ നിൽക്കുകയാണ്. എന്തായാലും മഴ അതിശക്തമായി ഇനി വീണ്ടും പെയ്തില്ലെങ്കിൽ സ്വാഭാവികമായും വെള്ളം ഇറങ്ങിച്ചെല്ലും. ഈ തിരുവല്ല മേഖല പ്രധാനമായും ഇങ്ങനെ ഒരു വെള്ളക്കെട്ടിന് കാരണമായി മാറുന്നത് അത് മണിമലയാറിൽ അതിശക്തമായ മഴ പെയ്യുകയും വെള്ളം ജലനിരപ്പ് ഉയരുകയും ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. മണിമലയാറിൽ വെള്ളം ഉയരുമ്പോൾ സ്വാഭാവികമായും മേഖലകളിലേക്കാണ് ആ വെള്ളം ഒഴുകിയെത്തുന്നത്. അതോടൊപ്പം തന്നെ പമ്പയാറും നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ്. അവിടെ നിന്ന് വരുന്ന വെള്ളം തിരുവല്ലയുടെ മറ്റൊരു ഭാഗത്തേക്കാണ് എത്തുന്നത്. അവിടുന്ന് പൂർണ്ണമായും പമ്പയാറിലെ വെള്ളം ഒഴുകിപ്പോയാൽ മാത്രമേ മണിമലയാറിലെ വെള്ളം ഇവിടെ എത്തുന്ന വെള്ളം അത് ഒഴുകി പൂർണ്ണമായും മാറുകയുള്ളൂ. അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലാണ് നിലവിൽ ഈ തിരുവല്ല മേഖലകളിൽ വലിയ തരത്തിലുള്ള വെള്ളക്കെട്ട് ഇപ്പോഴും നിലനിൽക്കുന്നത്. പക്ഷേ ഇന്നലത്തെ അപേക്ഷിച്ച് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ ഒരു ചെറിയ എന്തായാലും ആശ്വാസകരമാണ്. കാരണം ഇന്നലത്തെ സാഹചര്യം അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്നിപ്പോൾ മഴ മുഴുവനായിട്ട് മാറി നിൽക്കുന്നില്ലെങ്കിലും അതിശക്തമായ ഒരു മഴ പെയ്യുന്നില്ല. പക്ഷേ മേഘാവൃതമാണ് അന്തരീക്ഷം. അതിനപ്പുറത്തേക്ക് കൂടുതൽ മഴ പെയ്തില്ലെങ്കിൽ വെള്ളം ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. ഇപ്പോൾ മണിമലയാറൊക്കെ ഇങ്ങനെ കരകവിഞ്ഞൊഴുകുന്നതൊക്കെ തന്നെയാണ് തിരുവല്ല ഇങ്ങനെ വെള്ളത്തിൽ മുക്കുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ മഴ പെയ്യാതെ മാറി നിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നലത്തേതിനേക്കാൾ അപേക്ഷിച്ച് ഇന്ന് വളരെ പെട്ടെന്ന് തന്നെ വെള്ളം ഇറങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതിലേക്ക് തന്നെയാണ് പ്രതീക്ഷയോടെ പ്രദേശവാസികളൊക്കെ നോക്കുന്നതും. വിവരങ്ങളാണ് വിജിൻ നൽകിയത്.